ഇപ്പൊ നമ്മുടെ ഗൂം ബോധമില്ലാതെ വീണോടെ സിയും അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നമ്മുടെ ഗൂം എഴുന്നേറ്റ് നോക്കിയിട്ട് സി നിനക്കൊന്നും പറ്റില്ലല്ലോ എന്നിട്ട് അവനും ചോദിക്കും. അവളും എനിക്കൊന്നും കുഴപ്പമില്ല, നീ ആദ്യം ഈ ഫുഡ് കഴിക്കും, നീ എപ്പോഴാണ് അവസാനം കഴിച്ചത് അവളുടെ ആയിരിക്കും ഇങ്ങനെ മയങ്ങി വീണ. എന്നിട്ട് അവന് ഫുഡ് വരെ കൊടുക്കുമ്പോഴാണ് ആ ഫുഡ് ഇങ്ങനെ തറയെ വീഴുന്നത്. ഇത് കണ്ട് അവളിങ്ങനെ തുടയ്ക്കുമ്പോൾ നമ്മുടെ ഗൂ കിസ്സേ നടക്കിങ്ങനെ അടുത്ത് വരും. ഇത് കണ്ട് അവളും എന്തു പറഞ്ഞ് കാണിക്കുന്ന എന്നിട്ട് അവൾ ഞെട്ടുമ്പോഴാണ് അവനും പറയുന്നത് സി എന്റെ ചുണ്ടിലും ഫുഡ് ഒട്ടിയിരിക്കുന്നു, ഇതും കൂടെ തുടച്ച. എന്നിട്ട് അവന് പഴയതുപോലെ കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ അവളും ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൂ ചോദിക്കുന്നത് പിന്നെ സി നിന്നെ കിഡ്നാപ്പ് ചെയ്തവന്മാര് ആരാന്നെല്ലാം പിടി കിട്ടുക എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ അവളും അതോ ഞാൻ അവന്മാരെ അടിച്ചിട്ട് ചോദിച്ചു, അപ്പൊ അവന്മാര് ജപ്പാൻകാരെന്നെ കൊല്ലാൻ പറഞ്ഞായിട്ട് അവൻ പറഞ്ഞു. എന്നിട്ട് അവന് സി ആയിട്ട് സംസാരിച്ചോണ്ട് പുറത്തേക്ക് നടന്നു വരുമ്പോഴാണ് കറക്റ്റ് അതേ സമയം പുറത്താരാണ്ട് ബെല്ലടിക്കുന്നത്. ഇത് കണ്ട് സി ഓർക്കുമ്പോഴാണ് നമ്മുടെ ശനി ടെൻഷനായിട്ട് സി നിന്നെ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്യുന്ന അറിഞ്ഞ് നിനക്കൊല്ലം സംഭവിച്ചോ എന്നിട്ട് അവനെ കണ്ടതോടെ നമ്മുടെ ഗൂ ഇങ്ങനെ ദേഷ്യപ്പെട്ടു വെക്കും. അപ്പോഴാണ് നമ്മുടെ അച്ഛനും മോനെ നീ ആരാ എന്നിട്ട് അച്ഛൻ ചോദിക്കുമ്പോൾ അവനും അങ്കിൾ എന്നെ അറിയത്തില്ല, നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ട്, ഞാൻ ഷെൻറ്റിംഗ് ബായുടെ അനിയന എന്ന് ഞാൻ പറഞ്ഞോടെ നമ്മുടെ അച്ഛന് സന്തോഷപ്പെട്ട് ഷെൻറ്റിംഗ് ബായുടെ അനിയനാണ് നീ, വാ മോൻ അകത്തേറ് എന്നിട്ട് അവൻ അകത്തേക്ക് വിളിക്കും. അതേസമയം നമ്മുടെ സി അവളുടെ സത്യം അവൻ അറിഞ്ഞെന്നറിഞ്ഞ് അവളെയും ടെൻഷനായിട്ടിരിക്കും. അപ്പോഴാണ് അമ്മ അവളെ വിളിച്ചോണ്ട് പോയിട്ട് എടി ഇവൻ ആരാടി പുതിയതായിട്ട്, എനിക്ക് ഈ പയ്യൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നമ്മുടെ ഗൂനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇവരുടെ നീ സെലക്ട് ആണെങ്കിൽ നീ ഗൂനെ സെലക്ട് ചെയ്യണം ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് അമ്മയും ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇത് കേട്ട് സി ഒന്നും പറയാതെ ചെറിയ സന്തോഷത്തിരിക്കും. കാരണം അവൾക്കും ഗൂനെയാണ് ഇഷ്ടം. അതേസമയം ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗൂവും ഷെന്നും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവസാനം ഇവരെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഷെൻ അവിടെ നിന്ന് പോകുന്ന സന്തോഷത്തിൽ നമ്മുടെ ഗൂ ഇങ്ങനെ സന്തോഷപ്പെട്ടിരിക്കുമ്പോഴാണ് അവനും പറയുന്നത് അങ്കിൾ എനിക്ക് സിയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ അവളെ ഒന്ന് പുറത്ത് വിളിച്ചോണ്ട് പോയിക്കോട്ടെ എന്നിട്ട് അവനും വിളിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗൂ ദേഷ്യപ്പെട്ട് വെക്കും. അപ്പോഴാണ് സിയും എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകും. അപ്പോഴാണ് സിയും ചോദിക്കുന്നത് അശ്വൻ നീ എപ്പോഴും അറിഞ്ഞ ഞാനൊരു പെണ്ണാന്ന് എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും സി എനിക്ക് ഓർമ്മയില്ല, എന്തായാലും കുറച്ച് ദിവസമായി എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും അപ്പൊ അതിന് പണ്ടേ അറിയായിരുന്നില്ല എന്നിട്ട് അവനായിട്ട് സംസാരിച്ചോണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഷെന്നും പറയുന്നത് സി ഇനി നീ ഇവിടെ താമസിക്കുന്ന സേഫ് അല്ല, ആ ജപ്പാൻകാർ നിന്നെ കൊല്ലാൻ ഇവിടെ തന്നെ വന്ന്, എനിക്ക് ഏറ്റവും പ്രധാനം നിന്റെ സുരക്ഷ, അതുകൊണ്ട് നിന്റെ ഫാമിലി നീ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് എന്റെ കൂടെ നാളെ തന്നെ മിലിറ്ററി സ്കൂളിലേക്ക് വാ എന്നിട്ട് അടുത്ത ദിവസം നമ്മുടെ ഗൂഷൻ സിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇവര് നേരെ കാണാൻ പോകുന്നത് നമ്മുടെ സി ജാനെ രക്ഷിക്കാൻ പോയപ്പം വേറൊരു പയ്യനെ രക്ഷിച്ച് കാണും. അങ്ങനെ അവനെ കാണാൻ പോകുമ്പോഴാണ് എനിക്കറിയാം ആ ജപ്പാൻകാര് നിന്നെ ഫോളോ ചെയ്താണെന്ന് എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് സിയും അതെങ്ങനെ നിനക്കറിയാം, പിന്നെ ആ ജപ്പാൻകാരെന്തിനാ നിന്നെ പിടിച്ചു വെച്ച എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ആ പയ്യനും പറയുന്നത് അതൊന്നുമല്ല, ഞാൻ കുറെ വർഷമായിട്ട് ഒരു റഷ്യൻ പെയിന്ററിന് വേണ്ടി അസിസ്റ്റന്റ് ആയിട്ടിരുന്നേ, പക്ഷെ അയാൾ മരിച്ചതിന് ശേഷം ജപ്പാൻകാരെല്ലാം വന്ന് അയാൾ എന്തോ ഡയറി മറച്ചു വെച്ചിട്ടുണ്ടെന്ന്, അതെവിടാന്ന് എന്നോട് ചോദിക്കുന്നു, പക്ഷെ അദ്ദേഹം എവിടെ താമസിച്ചെന്നുള്ള കാര്യം ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി അവരെന്നെ ഇങ്ങനെ അടിച്ചു ചോദിക്കുന്നത്, പക്ഷെ ആ ജപ്പാൻകാർക്ക് അത് ഒരിക്കലും കിട്ടില്ല എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കെട്ടി വരലാം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ പൈസ വെച്ചോ, എന്തായാലും നീ ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല, അപ്പം ഓരോ സ്ഥലം മാറിപ്പോയിക്കൊണ്ടിരി എന്നിട്ട് ഗു അവന് പൈസ കൊടുത്തിട്ട് ഇവരെല്ലാരും കൂടെ അവൻ പറഞ്ഞ റഷ്യൻ പെയിന്ററിന്റെ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം സീറാങ്ങിന്റെ ആൾക്കാരെല്ലാം ഈ സ്ഥലം കൊണ്ടടിച്ച് അവിടെ വരുന്നത്. ഇത് കണ്ടോടെ നമ്മുടെ ഷെന്നും ഗുവും കൂടെ അലേർട്ടായി പെട്ടെന്ന് സിയെ സുരക്ഷിതാക്കി ഇവർ രണ്ടൊരു പൊസിഷനിൽ നിൽക്കും. അതേസമയം ഇവരകത്തിരിക്കുന്ന കാര്യം അറിഞ്ഞ ഉടനെ ആ ഓടയുടെ മകളുടെ ആൾക്കാരെല്ലാം ഷൂട്ടിംഗ് തുടങ്ങും. അതേസമയം നമ്മുടെ ഗുവും ഷെന്നും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് അവരെ പിടിച്ചിരിക്കാൻ നോക്കുമ്പോഴാണ് ഇവർക്ക് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല, കാരണം എത്തി നോക്കിയാൽ തന്നെ അവന്മാരെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഷെൻ താഴെ ഒരു കണ്ണാടി കണ്ടിട്ട് എടാ ഗു ഇതിൽ നോക്കി ഷൂട്ട് ചെയ്യും എന്നിനെ രണ്ടുപേരും കൂടെ ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്ത് മാസമായിട്ട് അവരെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലും. അപ്പോഴാണ് നമ്മുടെ സിയും അവിടെ നിന്ന് ഒരു ഫോട്ടോ തറ വീഴുമ്പം അതിന്റെ ബാക്കിൽ ഡയറി കാണുന്നത്. ഇത് കണ്ടതോടെ സിയും പെട്ടെന്ന് അത് എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമ്മുടെ ഷെന്നും ഗുവിനെ പോയി അവളെ സപ്പോർട്ട് ചെയ്യാൻ പറയും. പക്ഷെ അതേസമയം നമ്മുടെ സി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഓടയുടെ മകൾ കാണും. അങ്ങനെ സി പോകുന്ന കണ്ട ഉടനെ പെട്ടെന്ന് ഇവളും നമ്മുടെ സിയെ ഫോളോ ചെയ്ത് പോകും. അപ്പോഴാണ് അവളൊരു വാളായിട്ട് നമ്മുടെ സിയുടെ ഫ്രണ്ട് ചെത്തിക്കുന്നത്. ഇത് കണ്ടതോടെ രണ്ടിലും നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയും ഫൈറ്റിലങ്ങ് ഇറങ്ങും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു മാസമായി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സിയും ആ ഡയറി എടുത്ത് കാണിച്ചിട്ട് സീറാങ് നിനക്ക് ഇതല്ലേ വേണ്ട എന്നിട്ട് അവൾ ആ ഡയറി എടുത്ത് അടുത്തുള്ള തീക്കാത്തങ്ങ് ഇടും. ഇത് കണ്ട് സീറാങ്ങും ദേഷ്യപ്പെട്ട് അതെടുക്കാൻ വരുമ്പോഴാണ് നമ്മുടെ സി അത് എടുക്കാതിരിക്കാൻ വേണ്ടി അവൾക്കെതിരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ഷെന്നും ഗുവും കൂടെ അവരെല്ലാം ഷൂട്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ സിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. ഇതൊരു മെയിൻ ആയിട്ട് നമ്മുടെ ഷെൻ അവിടെ നിൽക്കുന്ന സീറാങ് എന്നൊരു മൈൻഡ് ചെയ്യാതെ അവൾക്ക് നേരെ ഇങ്ങനെ തോക്കും പിടിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ട് സീറാങ്ങൻ പിടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതേസമയം ആ ഡയറി കണ്ടിട്ട് നമ്മൾ സിയും ഗായ്സ് ഇത് എന്തോ എഴുതിയെന്ന് എനിക്കൊന്നും പിടിയിട്ടില്ല, ഷൻ ഇതെന്തോ നീ ഒന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവോ എന്നിട്ട് അവന്റെ ജോലി ഏൽപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗുവ തട്ടിപ്പറിച്ചിട്ട് അതെന്തോ ഞാൻ ചെയ്തോളാം എന്നിട്ട് അവൻ ജലസായിട്ട് വയ്ക്കും. അപ്പോഴാണ് സി അവന്റെ വായിച്ചിട്ട് എടാ ഇതിനൊക്കെ ഷെന്നാ സ്മാർട്ട്, നീ ഒന്ന് മിണ്ടായിരുന്ന എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന നമ്മൾ ഷെന്നും അവനും ചെറുതായിട്ട് അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം മിലിറ്ററി സ്കൂളിൽ വെച്ച് നമ്മൾ സി വന്ന കാര്യം അറിഞ്ഞ് സോങ്ങും പെട്ടെന്ന് കാണാൻ പോയി. സി ഞാൻ കുറെ ദിവസമായിട്ട് നിന്റെ
അനിയത്തിയുടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് അവളെ കാണാൻ പറ്റുന്നില്ലല്ലേ, അവൾ അവിടെ പോയി. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് സിയും, ഓ സോങ് ഞാൻ നിന്നോട് പറയാൻ മറന്നു, എന്റെ അനിയത്തി തിരിച്ച് നാട്ടിലേക്ക് പോയി, അതാ സ്കൂളിൽ ഇല്ലാത്ത. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ അവനും, എന്തോ നാട്ടിൽ പോയോ, അപ്പൊ എപ്പോഴാണ് അവൾ തിരിച്ചു വരുന്നത്? എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് സിയെ രക്ഷപ്പെടാൻ വേണ്ടി, എടാ സോങ് അവൾ ഇനി തിരിച്ചൊന്നും വരത്തില്ല, അവൾ പഠിക്കാൻ വേണ്ടി ഇനി വിദേശത്ത് പോവാന്ന്, ഇനി നമുക്കൊന്നും അവളെ കാണാൻ പറ്റത്തില്ല. എന്നിട്ട് അവൾ പറഞ്ഞോടെ ഇത് കേട്ട് നമ്മുടെ സോങ് വിഷമിച്ചിട്ട്, ആ അങ്ങനാണോ, എങ്കിൽ ശരി. എന്നിട്ട് അവന് സൈലന്റ് ആയിട്ട് പുറത്തു പോകും. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ സി തന്നെ ചെറുതായിട്ട് അവനെ കുറിച്ച് വിഷമിക്കും. അങ്ങനെ പുറത്തേക്ക് നടന്നു വന്ന നമ്മുടെ സോങ്ങും പെട്ടെന്നൊരു ഫോട്ടോഷോപ്പ് കണ്ട ഉടനെ നേരെ നമ്മുടെ സിയെ വിളിച്ചോണ്ട് അവളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും. കാരണം അവന് നമ്മുടെ സിയുടെ അനിയത്തിലൂടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ സി ആയിട്ട് ഒരു ഫോട്ടോ എടുക്കും. കാരണം ഇതുവരെ നമ്മുടെ സോങ്ങിന് അറിയത്തില്ല ഇവർ രണ്ടുപേരും ഒന്നാണെന്ന്. അങ്ങനെ അതിനുശേഷം ആ ഡയറിയിലുള്ള എല്ലാ എഴുത്തുകളും കണ്ടുപിടിച്ച് യുമാരോടെന്ന് പറയും, ഗൈസ് ആ ഡയറിക്കകത്ത് എഴുതിയേക്കുന്നത് എന്താ വെച്ചാൽ ആ റഷ്യക്കാരെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലമുണ്ട്, അവിടെ ഫുള്ളും ഗ്രാഫൈറ്റുകളാ, അതായത് കുറെ സ്റ്റീൽസ് ഒക്കെ നമ്മളെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ആ സ്ഥലം ഒരു പക്ഷെ ജപ്പാൻകാർക്ക് കിട്ടിയ അവരുടെ നാട് പിന്നെ നമ്മളെക്കാളും വലിയ വളർച്ചയാണ്. അത് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ സ്ഥലം വാങ്ങിക്കണം. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം അത് ഗവൺമെന്റിന്റെ സ്ഥലമാണ്. ഏതിന് ഇവര് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗവൺമെന്റോ ഗൈസ് ഇവിടെ ഞാൻ ഉള്ള കാര്യം ആരും മൈൻഡ് ചെയ്തില്ലെന്നാ തോന്നുന്നു. എന്നിട്ട് അവനും പെട്ടെന്ന് ഈ കാര്യം വിളിച്ച് അച്ഛനോട് പറയും. അപ്പോഴാണ് അച്ഛനും, ഓ എന്റെ മകൻ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്നു. എന്നിട്ട് അച്ഛനും പെട്ടെന്ന് മേയറിനോട് സംസാരിച്ച് ആ സ്ഥലം എങ്ങനെയൊക്കെ വാങ്ങിക്കാൻ നോക്കും. അപ്പോഴാണ് മേയറും, ഇതിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ, ആ ഓടയുടെ മകളും എന്നോട് സ്ഥലം ചോദിച്ച്, പിന്നെ ഈ വൈസ് പ്രസിഡന്റും ചോദിച്ചു, ഇതിപ്പോ ഞാൻ ആർക്ക് കൊടുക്കണ്ട. എന്നിട്ട് അയാളും കൺഫ്യൂസ് ആയി അവസാന സ്ഥലം ഓപ്ഷനിൽ വെക്കും. ഇതറിഞ്ഞോടെ ഓടയുടെ മകൾ ദേഷ്യപ്പെട്ട്, എന്തുവാ ആ മേയർ ഓപ്ഷൻ നടത്തുന്നു, പക്ഷെ അയാൾ ആ സ്ഥലം എനിക്ക് തരാന്നല്ല പറഞ്ഞ. എന്നിട്ട് അവളും ടെൻഷനായിട്ട് ആ ഓപ്ഷന് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഷെന്നിനും ചേട്ടനും ആ സ്ഥലം ഇങ്ങനെ വാങ്ങിക്കാൻ നോക്കുന്നത്. പക്ഷെ ഓടയുടെ മകളും അത് വിട്ടുകൊടുക്കാതെ അവളിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഷെന്നിനും ചേട്ടനല്ലാതെ ചെങ്ങെന്ന് പറഞ്ഞ വേറൊരുത്തൻ ഓടയുടെ മകളെ കാട്ടിലും കൂടുതൽ പൈസ കൊടുത്ത് ആ സ്ഥലം വാങ്ങിക്കും. ഇത് കണ്ടതോടെ നമ്മൾ ഷെന്നിനും ചേട്ടൻ ഷോക്കായി, ഓ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഈ സ്ഥലം വാങ്ങിക്കാൻ ഞാൻ വിചാരിച്ചു നോക്കിയില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ചെങ്ങും, ഓ അതൊന്നുമില്ല ഷെന്റിങ് ബായ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ സ്ഥലത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയാണെങ്കിൽ മിക്കവാറും ഇതിനകത്ത് വല്ലതും പ്രോഫിറ്റ് കിട്ടും. പിന്നെ എത്ര പൈസ പോയാലും ഈ സ്ഥലം ആ ജപ്പാൻകാർക്ക് കിട്ടല്, നമ്മുടെ നാടായിരിക്കണം വളർന്നു നിൽക്കുന്നത്. പിന്നെ നമുക്ക് രണ്ടുപേരും കൂടെ ഇത് പാർട്ട്ണർഷിപ്പ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിന് അയാളും പറഞ്ഞോടെ ഇത് കേട്ട് ഷെന്നിനും ചേട്ടൻ സന്തോഷപ്പെടും. അതിനുശേഷം ചെങ്ങും അവന്റെ അച്ഛനായിട്ട് ഇങ്ങനെ പുറത്തിറക്കുമ്പോഴാണ് ഓടെ നേരിട്ട് അവിടെ നിന്നിട്ട്, ചെങ് നീ വാങ്ങിച്ച സ്ഥലം അതെനിക്ക് എന്നേക്ക്, ഞാൻ നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം. എന്നിന് അവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ചെങ്ങും പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും, ചെങ് ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുക, ഈ സ്ഥലം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ജീവന് തന്നെ സേഫ് അല്ല, അതുകൊണ്ട് ആ സ്ഥലം എന്റെ പേരിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവനും, എന്തോ ഓടാ നീ എന്നെ പേടിപ്പിക്കുകയാണോ? എന്നിന് അവനും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൂരെ നിന്ന് ഒരാള് ചെങ്ങിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സീറാങ് ഷോക്കാകും. അപ്പോഴാണ് അതേസമയം ചെങ്ങിന്റെ അച്ഛനെ ഷൂട്ട് ചെയ്ത് അവർ രണ്ടുപേരും അവിടെ തന്നെ മരിച്ചു. അങ്ങനെ ഇതാരാന്ന് നമ്മുടെ സീറാങ് നോക്കുമ്പോഴാണ് മിസ്റ്റർ എക്സ് അവിടെ വരുന്നത്. അങ്ങനെ അവൻ അടുത്തേക്ക് വന്നിട്ട്, മാഡം സീറാങ് എനിക്കറിയാം നിങ്ങൾക്ക് ഈ ചെങ്ങിന്റെ ഫാമിലിയായിട്ട് കുറച്ച് കണക്ഷൻ ഉള്ളതുകൊണ്ട് അവരെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കത്തില്ലെന്ന്, അതാ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വന്ന്, ഇനിയിപ്പം ആ സ്ഥലം നമ്മുടെ നാട്ടിലേക്ക് മാറ്റാലോ എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതേപോലെ തന്നെ നമ്മുടെ ഷെന്നിനും ചേട്ടനും ആ സ്ഥലത്തിരുന്ന് ഗ്രാഫൈറ്റ് ഒക്കെ പുറത്തെടുക്കാൻ വേണ്ടി കുറെ പ്രൊഫസർമാരെയും പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരെയും വിളിച്ചു കാണും. പക്ഷെ അതേസമയം ഈ ജപ്പാൻകാര് ഇത് തടയാൻ വേണ്ടി ഇവരാരും അറിയാതെ തന്നെ ഡയറക്റ്റ് ആ സ്ഥലത്തേക്ക് ചെന്ന് ഷൂട്ടിംഗ് ഒക്കെ നടത്തും. അങ്ങനെ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴാണ് ചെങ് മരിച്ചുപോയ കാര്യം നമ്മുടെ ഷെന്നിനും ചേട്ടൻ അറിയുന്നത്. അങ്ങനെ ഗൂസി ഷെൻ ഇവരെല്ലാരും കൂടെ അവരുടെ സമാധിയുടെ ഫ്രണ്ട് നിൽക്കുമ്പോഴാണ് കറക്റ്റ് അതേ സ്ഥലത്തും സീറാങ് അവിടെ വരുന്നത്. ഇത് കണ്ടതോടെ ചെങ്ങിന്റെ ഫാമിലിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തിന് ദേഷ്യപ്പെട്ട്, സീറാങ് നീയല്ലേ എന്റെ ബോസിനെ കൊന്ന് എന്നിന് അവളെ നോക്കി ദേഷ്യപ്പെടും. അപ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ സീറാങ്ങും അവളുടെ ആൾക്കാരോട് അവനെ നോക്കാൻ പറയുമ്പം അവരെല്ലാം അവനെ നോക്കി ഇങ്ങനെ തോക്കും പിടിച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഷെന്നും അവന്മാരുടെ തോക്ക് പിടിച്ച് മേളിലാക്കിയിട്ട് ഇവരെല്ലാരും നമ്മുടെ സീറാങ്ങിനെതിരെ നിൽക്കും. അങ്ങനെ അതേ സമയത്ത് അവിടെ ഒരു മെയിൻ പോലീസും വന്നിട്ട് സീറാങ്ങിനോട് പറയും, ദാ നോക്കിക്കോ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ആളെ ഇപ്പൊ മരിച്ചുപോയ അദ്ദേഹത്തിനെ കൊന്നത് ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ അവരെ തീർത്താളയും, അത് നീയായാലും എന്നിനെ അവളെ പറഞ്ഞയക്കും. അപ്പോഴാണ് അതേസമയം നമ്മുടെ ഷെന്നും ചേട്ടനും അവർ സ്ഥലത്ത് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഈ ജപ്പാൻകാർ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് ഈ പോലീസിനോട് സപ്പോർട്ട് ചെയ്യിക്കും. അപ്പോഴാണ് പോലീസും പെട്ടെന്ന് നമ്മുടെ സിയെ വിളിച്ച്, നീ ഇവിടെ അടുത്തുള്ള മിലിറ്ററി അക്കാഡമിയിലോ പഠിക്കുന്ന, ഈ തോക്ക് വെച്ചോ, ഇനി തൊട്ട് ആ ജപ്പാൻകാർ വർക്കിനെതിരെ എന്തേലും ഷൂട്ടിംഗ് നടത്തിയ നിങ്ങളുടെ മിലിറ്ററി അക്കാഡമി വേണം ആ പ്രൊഫസർമാരെല്ലാം സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ. എന്നിന് അദ്ദേഹം നമ്മുടെ സിയെ ഓർഡർ ചെയ്യും. കാരണം ഇവിടുത്തെ ഒരു വലിയ പോസ്റ്റുള്ള ആളാണ് ഇദ്ദേഹം. അങ്ങനെ ഈ കാര്യം മിലിറ്ററി അക്കാഡമി മൊത്തം കമാൻഡർ എല്ലാം കുറച്ച് ടീമിനെ ഫോം ചെയ്ത് നമ്മുടെ ഷെന്നും ചേട്ടന്റെ സ്ഥലത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പ്രൊഫസറിനെല്ലാം സുരക്ഷയായിട്ട് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഗൂസ് സോങ്, ചോക്ലേറ്റ് ബോയ്, ജിന്നും ലിയും കൂടെ ഒരു ടീമായിട്ട് ആ പ്രൊഫസർമാരെ ഫുൾ ടൈം ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കും. കാരണം എപ്പോ വേണമെങ്കിലും ആ ജപ്പാൻകാരെന്ന് പ്രൊഫസർമാരെ ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഗൂ ബൈനോക്കുലറൊക്കെ വെച്ച് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സോങ് ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവനെ വന്ന് എല്ലാവർക്കും ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗൂ മാത്രം ദേഷ്യത്തിൽ വേണമെന്ന് പറയും. അപ്പോഴാണ് ഇത് കണ്ട് സോങ് അടുത്തേക്ക് വന്ന്, എടാ ഗൂ നീ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, ഇത് കഴിക്കി എന്നിന് അവന് കൊടുക്കാൻ നോക്കും. അപ്പോഴാണ് ഗൂ ദേഷ്യപ്പെടുന്നിട്ട് അവന്മാരെല്ലാം, എടാ ഗൂ എനിക്ക് മനസ്സിലായി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാള് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ നീ ഇങ്ങനെ
ദേഷ്യത്തിരിക്കുന്നത്. ഏതിന് അവന്മാരും കണ്ടുപിടിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ദേഷ്യമെല്ലാം പുറത്തിറക്കി ആണടാ ഈ കമാൻഡർമാർക്ക് എന്തോ പ്രശ്നം, സിയെ മാത്രം എന്താ എപ്പോഴും ഷെന്നിന്റെ ടീമിലാക്കുന്നത്. ഏതിന് അവന്റെ ദേഷ്യമെല്ലാം പുറത്തിറക്കും. അപ്പോഴാണ് അതേസമയം മേളിൽ പ്രൊഫസറിന്റെ റൂമിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ സോങ്ങും കൂടെ പെട്ടെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവരുടെ വൈഫും പറയുന്നത്, ആ മക്കളെ നിങ്ങൾ പേടിക്കണ്ട, പ്രൊഫസർ അറിയാതെ ഒരു കപ്പ് തറയിട്ട് അത്രേ ഉള്ളു. പിന്നെ പ്രൊഫസറിന് കുറച്ച് ഫീവർ ഉണ്ട്, നിങ്ങൾ ഈ മെഡിസിൻ ഒന്ന് വാങ്ങിച്ചോണ്ട് വരാമോ. എന്നിനെ സോങ്ങിന്റെ പേപ്പർ എടുക്കും. അതിനുശേഷം സോങ്ങും അത് വാങ്ങിക്കാൻ വേണ്ടി പുറത്തു നോക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗു ഒരു പ്ലാൻ ചെയ്തിട്ട്, എടാ സോങ് ആ പേപ്പറിങ് എന്ന് ഞാൻ പോയി മരുന്ന് വെച്ചിട്ട് തരാം, എനിക്കും പനി അടിക്കുന്നു തോന്നുന്നു. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് സോങ് തൊട്ട് നോക്കിയിട്ട്, ഇല്ലല്ലോ നിന്നെ കണ്ട് നോർമലാന്ന് തോന്നല്ല. എന്നിന് അവനും പറയുമ്പോഴാണ് ഗുവും, എടാ സോങ് എനിക്ക് പനി അകത്താടാ, അതാ നിനക്ക് പുറത്ത് ഫീൽ ചെയ്യാൻ പറ്റാത്ത, അതിങ്ങോട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് സോങ്ങും, എങ്കിൽ ശരി ആര് വാങ്ങിച്ചെന്തുവാ നീ തന്നെ പോയിക്കോ എന്നിങ്ങനെ ഗുവിനെ പറഞ്ഞേക്കും. പക്ഷെ നമ്മുടെ ഗു ഇങ്ങനെ പുറത്തു വന്നത് സിയെ കാണാൻ വേണ്ടിയാണ്. കാരണം ഇവർക്ക് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് നമ്മുടെ സി ഷെന്നിന്റെ ടീമായിട്ടിരിക്കുന്നത്. അങ്ങനെ അതേസമയം നമ്മുടെ സി ജപ്പാൻകാരിൽ വരുന്നതെന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് താഴെ ആരാണ്ട് റൊമാൻറ്റിക് ഡാൻസ് കളിക്കുന്നത്. അപ്പോഴാണ് അവൾ നല്ലോണം നോക്കുമ്പോൾ അത് നമ്മുടെ ഗു ആന്ന് മനസ്സിലാവും. ഇത് കണ്ട് അവളും ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഗുവും ബായ് പറഞ്ഞിട്ട് അവൻ ഐസിന് അവിടെ നിന്ന് പോകും. അതിനുശേഷം സിയും ചിരിച്ചോണ്ട് അവളും തിരിയുമ്പോഴാണ് നമ്മുടെ ഷെന്നി ഇത് കണ്ടിട്ട്, സി നീ ഇപ്പൊ തന്നെ ചിരിച്ച. ഏതിന് അവൻ ചോദിക്കുമ്പോൾ അവളും ടെൻഷനായിട്ട്, ഓ ഞാനും ചിരിച്ചില്ല എന്നിന് അവളും പറഞ്ഞ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഷെന്നും ഡൗട്ട് അടിച്ച് അവനും ജനാലർ നോക്കുന്നത്. അപ്പോഴാണ് അവനും അവിടെ ഗൂ വന്ന് കാണുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഷെന്നും ദേഷ്യപ്പെടും. അതേസമയം നമ്മുടെ ഗൂഢ ടീമും കുറെ ഫണ്ണൊക്കെ അടിച്ച് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സോങ്ങും പെട്ടെന്ന്, ഗൈസ് ഞാൻ പ്രൊഫസറിനെ ഒന്ന് നോക്കിയിട്ടിട്ട് എന്നിന് അവന് മുകളിലേക്ക് പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം ആ പ്രൊഫസറും ജനാലും ഇറക്കുന്നത്. അതോടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ജപ്പാൻകാരൻ സ്നൈപ്പർ വെച്ച് പ്രൊഫസറിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ടതോടെ നമ്മുടെ സോങ് ഓടിയൊന്ന് ആ പ്രൊഫസറിനെ രക്ഷിക്കുന്നത്. അതേസമയം ഈ ബുള്ളറ്റ് സൗണ്ട് കേട്ട് അയാളുടെ വൈഫും വരുമ്പോഴാണ് അവരുടെ ദേഹത്ത് ഇത് കൊല്ലും. പ്രൊഫസറും കരയുമ്പം നമ്മുടെ സോങ് അയാളെ പിടിച്ചെടുത്തിട്ട്, സാർ പ്ലീസ് ഇപ്പൊ ഇമോഷണൽ ആയാല്, നിങ്ങൾ അനങ്ങി അവർ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നിനെ അയാളെ രക്ഷിച്ചോണ്ടിരിക്കും. അപ്പനാണ് അതേസമയം ഈ സ്നൈപ്പർ സൗണ്ട് കേട്ട് നമ്മുടെ ഗു പെട്ടെന്ന് അവിടെ കോടി വരും. അതേസമയം ഈ സൗണ്ടും കേട്ട് ഇവരെല്ലാം ഇങ്ങനെ മേളിൽ പോകുമ്പോഴാണ് നമ്മുടെ ലീ ആദ്യം ഡോർ അറിഞ്ഞ് കയറുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ സോങ് പെട്ടെന്ന്, എടാ ലീ മാറണ അവിടെ നിന്ന് ഏതിനെ ഓടിച്ചെന്ന് അവനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആ സ്നൈപ്പറും നമ്മുടെ സോങ്ങിനെ ഷൂട്ട് ചെയ്യും. അതോടെ അവനെ അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുമ്പോഴാണ് ഇത് കണ്ട് ലീയും, എടാ സോങ് ഇങ്ങി വാടാ എന്നിന് അവനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആ സ്നൈപ്പറും നമ്മുടെ സോങ്ങിനെ അനങ്ങാൻ വിടാതെ വീണ്ടും അവനെ ഷൂട്ട് ചെയ്യുന്നത്. ഇതും കണ്ട് നമ്മുടെ ലീയും കരഞ്ഞോണ്ടിരിക്കും. അതേസമയം അകത്തെ കുറെ ജപ്പാൻകാർ വരുന്നുണ്ട്. നമ്മുടെ ജിന്നും ചോക്ലേറ്റ് ബോയും കൂടെ പുറത്തുനിന്ന് അവർ തടഞ്ഞോണ്ടിരിക്കും. അപ്പനാണ് ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സോങ്ങിനെ രക്ഷപ്പെടുത്തുന്നത് മനസ്സിലായി അവന് ലീയെ നോക്കിയിട്ട് ഒരു സല്യൂട്ട് അടിക്കും. അതോടെ ആ സ്നൈപ്പർ നമ്മുടെ സോങ്ങിനെ നിന്ന് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലും. ഇത് കണ്ടതോടെ നമ്മുടെ ലീയും സോങ് എന്ന് പേര് വിളിച്ച് അവനും പൊട്ടിക്കരയും. അപ്പനാണ് ഇത് മനസ്സിലാക്കി പെട്ടെന്ന് നമ്മുടെ ജിന്നും ചോക്ലേറ്റ് ബോയും കൂടെ കട്ടയ്ക്ക് ഇമോഷണലായി അവിടെ വരുന്ന എല്ലാ ജപ്പാൻകാരും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നോണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഗു ആ സ്നൈപ്പർ എവിടാന്ന് കണ്ടുപിടിച്ച് അവൻ ഓടിച്ചെന്ന് അവൻ അടിച്ചിട്ട് അവന്റെ കഴുത്തൊടിച്ച് കൊല്ലും. അതിനുശേഷം അവന്റെ സ്നൈപ്പർ എടുത്ത് നമ്മുടെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എല്ലാ ജപ്പാൻകാരെയും അവൻ ഇവിടുന്ന് കട്ട ദേഷ്യത്തെ അവരെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നോണ്ടിരിക്കും. അതിനുശേഷം പെട്ടെന്ന് ഇവരെല്ലാം കൂടെ നമ്മുടെ സോങ്ങിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ആ ഡോക്ടറും ജിന്നെ നോക്കി, സോറി മോനെ ഏതിന് അയാളിങ്ങനെ തലയാട്ടും. ഇത് കണ്ട് ലീയും വിഷമിച്ചോണ്ട്, ഡോക്ടർ നിങ്ങൾ എന്തിനാ തലയാട്ടുന്നത്, ആദ്യം അവനെ രക്ഷിക്ക്, അവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒക്കെ പുറത്തു വന്നു എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവന്മാർ സമാനപ്പെടുത്തി, എടാ അവൻ മരിച്ചോ എടാ എന്നിന് അവന്മാരും പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് വിശ്വസിക്കാതെ, എടാ സോങ് നീ ചുമ്മാ പറ്റിക്കുമല്ലേ, എടാ തമാശ കാണിക്കാറ് നീ എഴുന്നേക്കടാ, ഇത് ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല, ഒന്ന് എഴുന്നേക്കടാ എന്നിന് അവനും കരഞ്ഞോണ്ട് നമ്മുടെ സോങ്ങിനെ വിളിച്ചുണർത്താൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ ഗൂ ഷോക്കായി അവൻ ഇമോഷണൽ ആകും. കാരണം അവൻ സിയെ കാണാൻ പോയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് അവൻ വിചാരിക്കും. അങ്ങനെ അവസാനം നമ്മുടെ സോങ്ങിന്റെ ബോഡി എടുത്ത് മിലിറ്ററി സ്കൂളിൽ കൊണ്ടുപോകും. അവന് കൊടുക്കേണ്ട റെസ്പെക്ട് എല്ലാം കൊടുത്ത് അവസാനം ഓരോരുത്തരും തിരിച്ച് അക്കാഡമിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സിയും കൂടെ അവിടെ നിന്ന് പോവാതെ അവിടെ തന്നെ നിന്ന് സോങ്ങിനെ കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ സോങ്ങിനെ അടക്കിയതിനു ശേഷം ഗുവിനെ പിടിച്ച് ജയിലിലാക്കും. കാരണം നമ്മുടെ ഗു സിയെ കാണാൻ വേണ്ടി അവന് മരുന്ന് വയ്ക്കാൻ വേണ്ടി വേറെ ഡയറക്ഷനിൽ പോയി കാണും. അപ്പഴാണ് ഇതറിഞ്ഞിട്ട് കമാൻഡറും, ഗു നീയല്ലേ മരുന്ന് വയ്ക്കാൻ പോയത്, നീ എപ്പോഴത്തും പോലെ നേരെ പോകാതെ വേറെ റൂട്ടിലാണ് പോയത് എന്നിനെ കമാൻഡർ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ചെയ്യും, എടാ പറയല്ലേ എന്നിന് അവന്റെ ഷട്ടിങ്ങിനെ പിടിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഗുവിന് അവൻ കാരണം സോങ് മരിച്ചെന്ന് കുറ്റബോധത്തി അവന് കമാൻഡറിനോട് സമ്മതിക്കും, ഞാൻ വേറെ വഴി കൂടെ വന്നു എന്നിന് അവൻ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കമാൻഡർ അവനെ പിടിച്ച് 15 ദിവസം ജയിലിലാക്കുന്നത്. അങ്ങനെ അതേസമയം നമ്മുടെ സി സോങ്ങിന്റെ റൂമിൽ ചെല്ലുമ്പം
അവനോടുള്ള കണക്ക് അവൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അങ്ങനെ അവളും ടേബിളിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇവരുടെ എടുത്ത ഫോട്ടോ നമ്മുടെ സോങ് നമ്മുടെ സിയെ പെണ്ണായിട്ട് വരച്ച് അവളുടെ അനിയത്തിയുടെ ഫോട്ടോ എടുത്ത കണക്ക് അവൻ ആ ഫോട്ടോ ആക്കി കാണും. കാരണം നമ്മുടെ സോങ്ങിന്റെ മനസ്സിൽ എപ്പോഴും സി മാത്രമേ കാണത്തുള്ളൂ. അവളെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഈ ഫോട്ടോയെ കണ്ട് തന്നെ അവൻ സന്തോഷത്തോടെ ജീവിക്കാന്നാണ് അവൻ വിചാരിച്ചത്. അങ്ങനെ ഇത്രയ്ക്ക് സോങ്ങിന് അവളോട് സ്നേഹമുള്ളത് ഓർത്ത് നമ്മുടെ സിയും കരയാൻ തുടങ്ങും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വിളിച്ചിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.